ഹായ് ഡിയേഴ്സ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ, ചക്കക്കുരു, മാങ്ങ, പിന്നെന്താ ചെമ്മീൻ കറിയാണേ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കി തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളെന്താ അതിലേക്ക് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റാനായിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വരുമ്പോൾ തന്നെ നമുക്കെന്താ അതിലേക്ക് പച്ചമാങ്ങയും ചക്കക്കുരും നമുക്ക് എന്തോരാണ് ആവശ്യം അത്രയും കൊടുക്കുക. ഞാൻ തൊലി കളയാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങ ആയതുകൊണ്ടാണ് തൊലി കളയാണ്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ നിങ്ങളുടെ അളവാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തോരം വേണോ അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം, എത്ര കളർ വേണോ അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഒരു സ്പൂണ്, മുളക് പൊടി 2 സ്പൂണ്, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നന്നായി തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ ഒന്ന് വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നാളികേരത്തിൻ്റെ പണി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് അവിടെ കിടന്ന് ഒന്ന് നല്ലപോലെ വെന്തൊക്കെ വരട്ടെ. അപ്പോഴേക്കും നമ്മൾ നാളികേരം എടുത്ത് കുറച്ച് നാളികേരം എടുത്തുള്ളൂ, നമ്മൾ 2 ആളെ കൂട്ടാനുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് കുറച്ച് നാളികേരം എടുത്തിട്ട് അത് വേഗം ഒന്ന് അരച്ചുണ്ടെന്ന്. ഇനിയിപ്പോൾ നാളികേരപ്പാലാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നാളികേരപ്പാൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ നാളികേരം അരച്ചാണ് ചേർത്തത്. അപ്പോൾ നാളികേരം അരച്ച് ചേർത്ത് അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു മാങ്ങ ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം കൂടെ ആ പാത്രം കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് എന്താ, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചെമ്മീനിടാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മുടിയാണെന്നല്ല, ചെമ്മീൻ്റെ നാരൊരെണ്ണം കിടക്കണ്ടായിരുന്നു, അതെടുത്ത് കളഞ്ഞതാണ് കേട്ടോ ഞാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെമ്മീൻ കറി അങ്ങോട്ട് നല്ല പോലെ അങ്ങോട്ട് തിളപ്പിക്കുക. നല്ല സ്മെല്ലും വായിലിപ്പം തന്നെ കൊതി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് മൂപ്പിച്ചിടേണ്ടവർക്ക് മൂപ്പിച്ചിടാം കേട്ടോ. ചിലർ മൂപ്പിച്ചിട്ടും ചിലർ മൂപ്പിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ എടുക്കുക, കുറച്ച് ചുവന്നുള്ളിയും കൂടി അങ്ങോട്ട് മൂപ്പിച്ചിട്ട് അങ്ങോട്ട് ഇടാം. സൂപ്പർ റെഡി.